അല്ലാഹു സുബ്ഹാനഹു വ തആല അവതീർണാക്കിയതായ ദീനുൽ ഇസ്ലാം, ഈ ഇസ്ലാം പോലെ മനുഷ്യന്മാർക്ക് അദബ് പഠിപ്പാട്ടിയതായ വേറെ ഒരു ദീനും നമുക്ക് കാണാൻ സാധ്യല്ല. ഇസ്ലാം ഒരു മനുഷ്യ എവിടെയുള്ള ഇടപെടാണ്, ഏതുള്ള സന്ദർഭത്തിൽ ഏതുള്ള സാഹചര്യത്തിൽ ഒരു മനുഷ്യ അവന്റെ ജീവനത്തിൽ പോണ്ടാണ്, അവിടെ എല്ലാം ഇസ്ലാം എന്താക്കിയത് അദബ് പഠിപ്പാട്ടി കൊടുത്തു. ഇന്നിന്ന ജാഗിൽ എന്തെന്താക്കണം, ഇന്നിന്ന സന്ദർഭ ബന്നി എങ്ങനെ അവൻ ജീവിക്കണം, ಅದರ ಅದಬೆಂದ್ರೆ ಅದರ ಮರ್ಯಾದೆ ಎಂದ್ರೆ ಚೊಲ್றது ഇസ്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നത്. അവർക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുറുണ്ട യഹൂദിമാർ എന്താക്കിയാറ് തമാസാക്കിട്ട് ചൊന്നാറ്, എന്തിരെ നിന്റെ ചങ്ങായി ടോയ്ലറ്റ് പോണ്ടതല്ലേ പഠിപ്പാട്ടിയാവില്ലേ. ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തില് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുറോട്ട് യഹൂദിമാർ തമാസാക്കി ചൊല്ലുന്നത്, നിന്റെ ചങ്ങായി ടോയ്ലറ്റ് പോണ്ടതല്ലേ പഠിപ്പാട്ടിയാവില്ലേ. അപ്പൊ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അഭിമാനത്തിൽ ചൊല്ലുற, അതെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ടോയ്ലറ്റ് പോകുമ്പോ സമയത്ത് എന്തിറാക്കണു ചൊല്ല മര്യാദ, എന്തിറാക്കണു ചൊല്ല അദബ് നമുക്ക് അത് സമയത്ത് പഠിപ്പാട്ടി തന്നിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അഭിമാനത്തില് ചൊല്றது നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യത. അപ്പൊ ഇസ്ലാം ഒരു മനുഷ്യർ ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും അതതായ അദബ് പഠിപ്പാട്ടി കൊടുത്തു ചൊല്ലുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ അദബില് ചിലത് വാജിബായ ദിക്റ്, ചിലത് സുന്നത്തായ ദിക്റ്, ചിലത് ഹലാലായ ദിക്റ്, ചിലത് ഹറാമായ ദിക്റ്, അങ്ങനെ തീരാ ചൊന്ന ദിക്റ്, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള അദബ് ഇസ്ലാം എന്താക്കിയത് നമുക്ക് പഠിപ്പാട്ടി തന്നത്. അതില് മെയിൻ 10 അദബ് ദിക്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങ ചൊല്ലുകയായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുസൈമി ഹഫിദഹുല്ലാഹ് അയാൾ എഴുതിയതായ അൽ ആദാബുൽ അശ്റ ചൊല്ലുന്ന കിതാബിന്റെ അടിസ്ഥാനത്തിൽ 10 സന്ദർഭത്തിൽ ഒരു മനുഷ്യ കാട്ടണായി അല്ലെങ്കിൽ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടി തന്നതായി മെയിൻ 10 സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ആ അദബ് ഞങ്ങൾ കാട്ടണു ചൊല്ലുന്ന വിഷയത്തിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചൊല്ലുകയായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ സന്ദർഭം, ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈഹി, ഒരു മുസ്ലിം പിറൊരു മുസ്ലിമരെ കാണുമ്പോൾ അദബ് എന്ത് ഫസല്ലിം അലൈഹി, ಅವನಿಗೂ ಸಲಾಮ್ ಇಡನು ಚೊಲ್ರದೈತಿಕ್ಕರು, ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ಚೊಲ್ರದೈತಿಕ್ಕರು, ಅದರ ಅದಬೈತಿಕ್ಕರು. ಅದೇ ಕಾಯಿಲನ್ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು ಅಪ್ಪಂದಾಕುನು ವ ಇನ್ ಸಲ್ಲಮ ಅಲೈಕ, ನಿಕ್ಕ ಅವನು ಸಲಾಂ ಚೊಂದಂಟಾಯಂಗು ಫಕುಲ್ ವ ಅಲೈಕುಂ ಅಸ್ಸಲಾಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು, നീ എന്താക്കുന്നു വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു ചൊല്ലും. ഇത് മുസ്ലിംമാരുടെ തമ്മിലുള്ള ഈച്ചതറുള്ള അഭിസംബോധന അഭിവാദ്യത്തിക്കർ അല്ലെ ഗ്രീറ്റിംഗ്സ് ആയിട്ടിക്കർ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ഗ്രീറ്റിംഗ്സ് ആയിട്ട് കൊടുത്തതായ ഒരു കാര്യത്തിക്കർ ಅಂದ್ರೆ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ട് ആദം നബിയൊട്ടിಗೆ ദാ അവിടെ മലക്കുമാറുള്ളാറ് അങ്ക് പോയിട്ട് നീ ഗ്രീറ്റിംഗ്സ് ആക്കി വാ ചൊന്നപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുമാരുടെ മുട്ട പോയിട്ട് ചൊന്നെಂದ್ರೆ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഉണ്ടേക്ക്. അങ്ങനെ മലക്കുമാർ അസ്സലാമു അലൈക്കും ചൊന്തു റിട്ടേണും എന്താക്കിയാറ് മലക്കുമാറും ചൊന്നാറ്. അതിൽ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുട്ട വന്നപ്പ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്റേ, അതെ ഫഇന്നഹാ തഹിയ്യതുക വ തഹിയ്യതു ദുർരിയതുക, ഇത് നിന്റെ അതേപോലെ നിന്റെ സന്താനത്തെ ഗ്രീറ്റിംഗ്സ് ആയിട്ടിക്കര്, ഇനിയുള്ള മനുഷ്യന്മാർ ഇതേറ്റിക്കര് അഭിവാദ്യാക്കുല്ലേ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്றது നമുക്ക് കാണാൻ സാധ്യവും, ചരിത്രത്തിൽ കാണാൻ സാധ്യം. അപ്പൊ ഞങ്ങ മനസ്സിലാക്കുല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചതായ ഒരു ഗ്രീറ്റിംഗ്സ് ആയിട്ടിക്കര് ಅಂದ್ರೆ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചൊല്றது. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിം പിറൊരു മുസ്ലിമുക്ക് കാട്ടുണായ ഹക്കില് 6 ഹക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഹക്ക് എന്ത്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടെങ്കിൽ അവൻ സലാം ചൊല്റതായിട്ടിക്കര് ഒരു മുസ്ലിം അവന് എപ്പം ശ്രദ്ധിക്കുനായ കാര്യ അല്ലെ. അല്ലാണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ഇതല്ല ഒരു മുസ്ലിമരെന്ದ್ರೆ അഭിവാദ്യ അല്ലെ. കൊറിയാന്മാരുള്ള വാട്സാപ്പിൽ നാനിക്കൊരു ഹായ് കടത്തറ അതേറ്റിക്കർ നന്റെ നമ്പർ ഉണ്ടല്ല ചൊല്ലാർ അല്ല എന്ത് ഒരു സലാം കടത്തിങ് എന്ത് ഒരു സലാം കടത്തറ അല്ലെ ഒരു സലാം ചൊല്ற അല്ലെ. ഞങ്ങ അതേറ്റിക്കുന്നു ഞങ്ങ ഒരു മുസ്ലിം എന്താക്കുനായി ആക്കുനായി ശ്രദ്ധിക്കുനായി ഒരു മുസ്ലിമായോ ആൾറോ കാണുമ്പോത്തുകു സലാം ചൊല്றது
ഞങ്ങൾ എപ്പം ശ്രദ്ധിക്കണായ ഒന്ന് ടിക്കറ് ആയെങ്ക ഒരു കാഫിറെ കാണുമ്പോ സലാം ചൊല്ലണ ഇല്ല, കാഫിറെ കാണുമ്പോ സലാം നമുക്ക് എന്താക്കിയിട്ടില്ല, പടിപ്പാട്ടി തന്നിട്ടില്ല. ഒരു മുസ്ലിമരെയും കാണണമെങ്കിൽ മാത്രമേ ಟಿಕ್ಕರು ಅವನು ഒരു മുസ്ലിമും ചൊന്തു നമുക്ക് ಗೊತ್ತಾയെങ്കിൽ அது ಗುರ್ತಿಂದಂಗಿಕ್ಕಟ್ಟು ಗುರ್ತಿಂಗಿಲ್ಲಾತಂಗಿಕ್ಕಟ್ಟು ಅವನಿಗೂ ಸಲಾಂ ಚೊಲ್றது ഞങ്ങളെ മേലുള്ള ഹക്ക് ಟಿಕ್ಕರು. ഇത് നന്റെ കസിന്, ഇത് നന്റെ ഇന്നാള്, ഇത് നന്റെ ഫ്രണ്ട് അല്ലെ, ഇങ്ങനെ ഗുർത്താക്കിട്ട് സലാം ചൊല്ലറല്ല. ഒരു മുസ്ലിമാ ಅವನು ಗುರ್ತುಲ್ಲವನ ಗುರ್ತಿಲ್ಲಾತವನ ഏത് റായത്തവണ ഏത് റായത്ത് എവിടുള്ളവണ നക്ക് പിടിയില്ല. ആയെങ്ക ഒരു മുസ്ലിം ഉണ്ട് കണ്ടെങ്കിൽ സാത്തേക്ക് പിന്നെ അവനക്ക് സലാം ഇടുறது അത് ഞങ്ങളെ മേലുള്ള ഒരു ഹക്ക് ಟಿಕ್ಕರು. ഗുർത്തിൻ നമുക്ക് മാത്രം സലാം ചൊല്ലறது അത് ഖിയാമത്ത് നാളുടെ അടയാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം അല്ലേ. അപ്പൊ അത് കഴിട്ട് മുസ്ലിം ആയ ഒരാൾക്ക് സലാം ചൊല്ലുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കാഫിർക്ക് സലാം ചൊല്ലുത്തീരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ലാ തബ്ദഉൽ യഹൂദ വലൻ നസാറ ബിസ്സലാം. നിങ്ങ നസാറക്കന്മാർക്കും യഹൂദിമാർക്കും സലാം ഇടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ചൊന്നത് അല്ലേ. അങ്ക് പ്രാർത്ഥനക്ക് അർഹപ്പെട്ട നല്ലങ്ങ അങ്ങനെ മേലെ നിങ്ങൾ സലാത്ത് ചൊല്ലുത്തീരാ. ഇനി അങ്ങ് സലാം ചൊന്നെങ്കിൽ അങ്ങെന്തരാക്കണം, അതും ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടി. ഇനി കാഫിറായ ഒരാള് ഞങ്ങൾക്ക് സലാം ചൊന്നിട്ടായെങ്കിൽ അവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല വിഷയ അത് ക്ലിയർ ഇല്ലാണ്ടായെങ്കിൽ വാലൈക്കും ചൊന്നമ്മയോ അങ്ങ് ചൊല്ലുற സലാമു ക്ലിയർ ഇല്ല, അങ്ങ് എന്തരമാവെന്ന് ചൊല്ലുണ്ടായെങ്കിൽ അപ്പൊ വാലൈക്കും അത്തരം. ഇനി അങ്ങ് ചൊല്ലുறது ക്ലിയർ അസ്സലാം അലൈക്കും ചൊല്ല ക്ലിയർ അങ്ക് ബണ്ടുണ്ടായെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് എന്താക്ക് വാലൈക്കും സലാം ചൊല്ലുறதுல പ്രോബ്ലം ഇല്ല ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തുലിനെ തെറ്റിട്ടിക്കുന്ന സന്ദർഭത്തിൽ ഒരു യഹൂദിയായ ആള് വന്ന് അസ്സലാമു അലൈക്കും ചൊന്ന. അസ്സലാമു അലൈക്കും ആയിഷ റളിയല്ലാഹു അൻഹ ഇത് അർസമന്ത് അസ്സലാമു അലൈക്കും ചൊന്ന എന്തിന്, നിന്റെ മേൽ മരണം ഉണ്ടാവട്ടെ, നിക്ക് മൗത്ത് വരട്ടെ ടിക്കർ ಅದರ ಅರ್ಥ. അപ്പൊ യഹൂദിയായ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് അസ്സലാമു അലൈക്കും ചൊന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അർസമന്ത് ആയിഷ റളിയല്ലാഹു അൻഹ എന്തിരാക്കിയിട്ട് അസ്സലാമു അലൈക്കും വലഅനകുമുല്ലാഹു വഗളിബ അലൈക്കും, നിക്ക് നിന്റെ മേൽ മൗത്ത് വരട്ടെ, നിക്ക് അല്ലാഹു ഒരു ലാനത്തിക്കട്ട്, അല്ലാഹു ഒരു അർസ നിന്റെ മേൽ ഇക്കട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അർസത്തിൽ ചൊന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹിയ ആയിഷ, ആയിഷ മയോ മയോ അങ്ങനെ ചൊല്ലണ്ട. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കും, നബിയെ അവൻ എന്തിനു ചൊന്നത് നീ കേട്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഞാൻ എന്തിനു ചൊന്നത് നീ കേട്ടില്ലേ? ഞാൻ എന്തിനു ചൊന്നത് വഅലൈക്കും അത്തരം വഅലൈക്കും അത്രമയോ അങ്ക് അങ്ങ ഞങ്ങൾക്ക് എന്തേ ഒന്ന് ചൊന്നിട്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്തേ ഒരു ലാനത്ത് കിട്ടുക അല്ലെ അങ്ങനത്തെ എന്തേ ഒരു പദപ്രയോഗ അങ്ങ് ആക്കിയാറുണ്ടായെങ്കിൽ വാലൈക്കും അങ്കും ഇക്കട്ട് അത്രമയോ അതിനായിട്ട് അപ്പുറം വേണ്ട. അതേ ടിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാടി കൊടുക്കറേ. അപ്പൊ അത് കഴിട്ട് അങ്ങ് ചൊല്ലുற സലാം സ്പഷ്ട അല്ലാണ്ടായെങ്കിൽ വാലൈക്കും. ഇനി സ്പഷ്ട ആയിട്ടുണ്ടായെങ്കിൽ അപ്പൊ സലാം ഞങ്ങൾക്ക് എന്തൊക്കെ വാലൈക്കും സലാം ചൊന്തു ചൊല്ലുறതിൽ പ്രോബ്ലം ഇല്ല ചൊന്തു ഒരു വിഭാഗം ഉലമാക്കന്മാർ വിശദീകരിക്കരുത് നമുക്ക് കാണാൻ സാധ്യമാണ്. മാത്രമാ അങ്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആർക്കുകയില്ല അല്ലെ, ഇസ്തിഗ്ഫാറിന് വേണ്ടി ദുആർക്കുക ഇസ്ലാം പഠിപ്പാടില്ല. വാലൈക്കും അസ്സലാം ചൊല്ല മാത്രമാ ഇസ്തിഗ്ഫാർ അല്ലാഹു മഗ്ഫിറത്ത് തരട്ടെ അത് ചൊന്തു നമുക്ക് ചൊല്ലുകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമാക്കിയതായിട്ട് ഒരു മുഅ്മിനാവട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ കാഫിറായ മുശ്രിക്കായ ആൾമാർക്ക് ഇസ്തിഗ്ഫാർ തേടുകില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു ഇന്റെ ജീവിതത്തിൽ. യഹൂദിമാർ ഒരൊരുക്ക നബിയുടെ മുട്ട ബന്ത് സ്നീസാക്കി സ്നീസാക്കിട്ട് അൽഹംദുലില്ലാ ചൊന്ന എന്തൊക്കെ ಅಂಕ ಬಿಡು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಬಿ ಅಂತ ಅಂಕ ಬಿಡುಂಡು ಅಂಗ ನಬಿನ ಎದುರ್ಕೋಗುಲ್ಲ ಕಾರಣ ಅಂದ್ರೆ ಹಸದ ಕಾರಣ ಐತಿಕ್ರ ನಂಜೆ ಐತಿಕ್ರ ಅಲೆ ಅಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎದುರ್ಲು ಸ್ನೀಸ್ ಹಾಕಿಟ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ಚೊಂದಿಂಗಿ ಅಪ್ಪ ನಬಿ ಅಂದ್ರೆ ಬಡಿಪಾಟ್ರಿ ಒರಾಲ ಸ್ನೀಸ್ ಹಾಕಿಟ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ಚೊಂದಿಂಗಿ ಯರ್ಹമുക്കല്ലാഹ് എന്ന് ചൊല്ലും. അപ്പൊ നബി യർഹമുക്കല്ലാഹ് ഞങ്ങളുടെ മേലെ ചൊന്നെങ്കിൽ അള്ളാഹുടെ റഹ്മത്ത് നിന്റെ മേൽ ഇക്കട്ട് ചൊന്നെങ്കിൽ അതോടും അള്ളാഹു സ്വീകരിച്ചിട്ട് ഞങ്ങൾ സ്വർഗത്തേക്ക് പോവാൻ ചൊന്തു വിചാരിച്ചിട്ട് യഹൂദിമാർ എന്താക്കി ഇന്നാറ് നബിരെതുർല് ಬಂತು ಬೇನ್ ಬೇನ್ ಉಂಟು ಸ್ನೀಸ್ ಹಾಕಿಟ್ಟು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ಚೊನ್ನ ಇన్నారు. ಮಾತ್ರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಂಗಲಂಟಿ ಯಾರು ಹುಷಾರು ನಬಿ ಅಂದ್ರೆ ಬಂತು ಯರ್ಹമുക്കല്ലാഹ് ചൊല്ലില്ല ಅಂಕ വേണ്ടിട്ട് നബി യഹ്ദീകുമുല്ലാഹ് ചൊല്ലു നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തരട്ടുണ്ട് ഇതിക്ക് ചൊല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅಂಕ വേണ്ടിട്ട് റഹ്മത്തിക്ക് വേണ്ടി ദുആർന്നു ഇല്ല. അപ്പൊ കാഫിറായ അങ്ക് ഇസ്തിഗ്ഫാർ ആക്കുക അല്ലെ മഗ്ഫിറത്തുക്ക് വേണ്ടി തേടുകില്ല അങ്ക് ഹിദായത്ത് വേണ്ടിട്ട് നമുക്ക് എന്താക്ക തേടാ ചൊല്ലതേറ്റിക്കരുത് നമുക്ക് മനസ്സിലാക്കുകില്ലേ. അതേപോലെ സലാം വ്യാപക ആക്കി വയ്ക്കുന്നുണ്ടാ ഒരു മുസ്ലിം ചൊന്നെങ്കിൽ സലാം അത് വ്യാപക ആക്കി വയ്ക്കുന്നു. ನಾನು ಇಪ್ಪ ಸಲಾಂ ಚೊಂದಲ್ಲ ಇನಿಯರ್ಕ ಜಂಡಾಮತ್ತ ಬಟ್ಟ ಎಂದು ಸಲಾಂ ಚೊಲ್ற ಅಂಗನೆ ವಿಯರ್ಕುತ್ತೀರಿ ಇದ ಇಪ್ಪ
ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോൾ ആക്കിയ സലാം വലൈക്കും ചൊന്ന വലൈക്കും സലാം ചൊന്ന പൽക്ക പറഞ്ഞ വെച്ച അപ്പൊ പിന്നൊരു എന്തരമ്മ പൽക്ക പറയുകിന്ത് മറന്നുപോയത് വാപ്പസ് റിട്ടേൺ സലാം ആക്കുവാ ഇപ്പൊ നാ സലാം ചൊന്നല്ലേ എന്നർക്ക് ചൊല്ലുണ്ട് അങ്ങനെ വേണ്ട. ഞങ്ങൾ എപ്പെപ്പ കോൾ ആക്കിറമ അല്ലെ എപ്പെപ്പ കണ്ടുമുട്ടറമ അപ്പപ്പ സലാം ചൊല്ലുക ഞങ്ങൾ എന്താക്കുന്നു ശ്രദ്ധിക്കണം. അത് വ്യാപക്കാക്കരുതേറ്റിക്കരുത്. അഫ്ഷുസ്സലാമു ബൈനക്കും, നിങ്ങളുടെ സലാം വ്യാപക്കാക്കുറിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറ, മഗ്ഫിറത്ത് കിട്ടുകു ಅದು ಯಾರ ಕಾರಣ ಅವರೇ ಜಂಡು ಕಾರಣ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂತೆ ಅಂದ್ರೆ ಬದಲು ಸಲಾಂ, ಸಲಾಂ ವ್ಯಾಪಕ ಆಕಿರುದು, ವಹುಸ್ನುಲ್ ಕಲಾಂ പൽക്ക നല്ലത് പറയരുത്, നല്ല പൽക്ക പറയരുതും. അതേപോലെ സലാം വ്യാപകാക്കരുത്, മഗ്ഫിറത്ത് കിട്ടുക യാറ ചാൻസസ് ഉള്ള കാര്യത്തിക്കും. അപ്പൊ അത് കഴിഞ്ഞ് മഗ്ഫിറത്ത് ഉദ്ദേശിക്കണ്ടായെങ്കിൽ സലാം വ്യാപകാക്കുക നിങ്ങൾ ശ്രദ്ധിക്കും. സഹാബിമാര് അങ്ങനെ ജീവിതത്തിൽ അങ്ങ് കണ്ടുമുട്ടിയിട്ടായെങ്കിൽ സലാം ചൊന്നു ഇന്നാറ്. പിന്നെ ഒട്ടിಗೆ നടന്നു പോകുമ്പോൾ ಅದರ ഇടയിൽ എന്തേ ഒരു മറ എന്തേ ഒന്ന് അഡ്ഡ ബന്തുണ്ടായി പിന്നെ വാಪಸ್ കണ്ടുമുട്ടുമ്പോൾ പിന്നും സലാം ചൊന്നു ഇന്നാറ്. അത്രത്തോല് സഹാബിരങ്ങ സലാം വ്യാപകാക്കി ഇന്നാറ് ചൊല്ലത് അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യവും. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താക്കണു, ഞങ്ങളെ ചങ്ങായിമാരൊട്ടിಗೆ, ഞങ്ങളെ കൂട്ടുകുടുംബത്തങ്ങളൊട്ടിಗೆ, വിശിഷ്യ ഞങ്ങളെ പെഞ്ഞായി മക്കളൊട്ടിಗೆ ചില ആൾമാർ എല്ലാരൊട്ടിಗೆ സലാം ചൊല്ലുறாரு. മാത്ര ഔത്തു പോയെങ്കിൽ പെഞ്ഞായി മക്കളൊട്ടിಗೆ സലാം ചൊല്ലില്ല. അങ്ങനത്തെ സ്വഭാവം ഞങ്ങളൊട്ടിക്ക് തീര. ഞങ്ങൾ ഔത്തിಗೆ ಎಂಟ್ರಾಮೊತ್ತುಗ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್ പെഞ്ഞായിരൊട്ട അല്ലെ മക്കളൊട്ട അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യത്തിക്കരുത്. അത് ഔത്തറുള്ളിಗೆ ಎಂಟ್ರಾമോ മാത്രമല്ല. ഇപ്പൊ ഞങ്ങൾ സാധാരണ ഒരു റൂമിൽ എന്നൊരു റൂം പോകുമ്പോ പിന്നെ ഒരു റൂമിൽ പെഞ്ഞായുള്ളവരുണ്ട്. അപ്പൊ കണ്ടുമുട്ടും സലാം ചൊല്ലണത് ഖൈറേറ്റിക്കര് അല്ലെ. അതേപോലെ ജണ്ട് തട്ടുള്ളേ അವು ഞങ്ങൾ മേലത്തെ തട്ട് കീഴത്തെ തട്ടുക്ക് പറയുമ്പോ പെഞ്ഞായിരെ കാണുമ്പോ സലാം ചൊല്ലണം. അതല്ല ഇസ്ലാം നമുക്ക് പഠിപ്പാടുന്ന നല്ലൊരു അദബൈറ്റിക്കര്. എന്റെ ഞങ്ങളെ പെഞ്ഞിമാർക്ക് ഞങ്ങളെ മക്കമാർക്ക് സലാം വേണ്ടേ, അള്ളാഹ് ഒരു സമാധാനം വേണ്ടേ, അള്ളാഹ് ഒരു ശാന്തി വേണ്ടേ. അപ്പൊ അത് കഴിത്ത് പെഞ്ഞായി മക്കളൊട്ടിಗೆ ഞങ്ങൾ സലാം ചൊല്ലത് ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്കര്. അങ്ങനെ സലാം വ്യാപക്കാക്കണം ചൊല്ലത് തിക്കര് നാം മനസ്സിലാക്കുകയില്ല. ഇനി ഒരാള് ഞങ്ങൾ നിസ്കരിച്ചു ഇക്കുമ്പോ സലാം ചൊന്നെങ്കിൽ ആ സലാം എങ്ങനെ മടുക്കടേ, അതും ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യത്തിക്കര് അല്ലേ. ഞങ്ങൾ ഇപ്പൊ ഒരാള് ഞങ്ങൾ നിസ്കരിച്ചോ ഇല്ല, അപ്പൊ ഒരാള് വന്ന് സലാം ചൊന്ന അവൻ ഞങ്ങൾ നിസ്കരിച്ചോ ഇല്ല ഞങ്ങൾക്ക് അവನು ಬಿಡಿಲ್ಲ, അവൻ വന്ന് സഡನ್ സലാം ചൊന്ന. അപ്പൊ നിസ്കാരത്തിലും സലാം മടക്കുക എന്താക്കിയത് ഇസ്ലാം പഠിപ്പാട്ട്. ഏത് റൂപ്പ സാധാരണ ഞങ്ങൾ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു ചൊല്ലുற പോലല്ല നിസ്കാരത്തിൽ സലാം മടക്കരുത്. അങ്ങനല്ല. ഫസ്റ്റ് കാലഘട്ടത്തിൽ അങ്ങനെ മടക്കുക ഇസ്ലാം പെർമിഷൻ തന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ പൽക്ക പറയുക തീരാ ചൊല്ലുற ഓർഡർ വന്നതിൽ പിന്നെ നിസ്കാരത്തിൽ ഒരാൾ ഞങ്ങൾ നിസ്കരിച്ചു വയ്ക്കും സലാം ചൊല്ലുമ്പോഴത്തേക്കും അതില് ഞങ്ങൾക്ക് സലാം മടക്കുന്ന റൂപ്പ 3 റൂപ്പ ഇട്ടിട്ട് ഇസ്ലാം പഠിപ്പാട്ട്. ഒന്നാമത്തെ ഞങ്ങൾ നിസ്കരിച്ചു വയ്ക്കുമ്പോൾ ഒരാൾ സലാം ചൊന്നെങ്കിൽ കൈരെ ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഞങ്ങൾ ഉൾഗത്തെ കൈ കീഴ് വെച്ചിട്ട് സലാം മടക്കരുത്. അതൊരു റൂപ്പ ഇട്ടിട്ട് എന്ത് പൽക്കറിയില്ല. ഞങ്ങൾ നിസ്കരിച്ചു വയ്ക്കുന്നോടെങ്കിൽ ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് കൈ ഇങ്ങനെ നീട്ടിട്ട് വാലൈക്കും സലാം ചൊല്ലരുത്. ആ ഒരു രീതിയിൽ മടക്കരുത്. അത് കാലിങ്ങനെ കൈ നീട്ടുന്നത് മാത്രം, വായിലെന്ന് ചൊല്ലുകില്ല. അത് ഇട്ടിട്ട് ഒന്നാമത്തെ റൂപ്പ. രണ്ടാമത്തെ റൂപ്പ ഒരു ബെറലിങ്ങനെ വൈത്തിട്ട് സലാം ചൊല്ലനായി സലാം മടക്കനായി. ഒരാൾ സലാം ചൊന്നെങ്കിൽ ഇങ്ങനെ ആക്കിയെങ്കിൽ ഇതേറ്റിക്കര് രണ്ടാമത്തെ റൂപ്പ. മൂന്നാമത്തെ റൂപ്പ ആരെങ്കിലും സലാം ചൊന്നിട്ടെങ്കിൽ തല ആടുപാട്ടിട്ട് എത്തിക്കൊണ്ട് എന്താക്കണായി സലാം മടക്കനായി. ഇതേറ്റിക്കര് നിസ്കാരത്തിൽ ഒരാൾ നമുക്ക് സലാം ചൊന്നിട്ടെങ്കിൽ അവന്റെ സലാമുക്ക് മടക്കനായ രീതി ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ ചൊല്ല വിഷയ നാം മനസ്സിലാക്കുന്നു. ഏതായെങ്കിലും നാ ചൊന്ന വന്ന വിഷയങ്ങൾ ചൊന്നെങ്കിൽ ഒന്നാമത്തെ അദബായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ഒരു മുസ്ലിമരെ കാണുമ്പോ സലാം ചൊല്ലണു. ഇനി ഒരാൾ നമുക്ക് സലാം ചൊന്നെങ്കിൽ അത് വാലിക്കും സലാം ചൊല്ലത് ഞങ്ങളെ മേൽ വാജിബേറ്റിക്കരുത് അല്ലെ. സലാം മടക്കരുത് സുന്നത്തെ, സലാം ചൊല്ലത് സുന്നത്തേറ്റിക്കരുത്. ഇനി ഒരാൾ ഞങ്ങൾക്ക് സലാം ചൊന്നിട്ടായെങ്കിൽ അത് മടക്കരുത് ഞങ്ങളെ മേൽ വാജിബേറ്റിക്കരുത്. അപ്പൊ അത് കഴിട്ട് ഞങ്ങൾ സലാമിലെ മടക്കാണ്ടിക്കരുത് എന്താക്കും തീരാ അത് മടക്കണു ചൊല്ലതേറ്റിക്കരുത് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. കുറെ ആൾമാരുള്ള കിബിർ പിടിച്ചാൽ നിൽക്കാർ ആ മക്കമാരെല്ലാം വന്ന് സലാം ചൊല്ലും മടക്കില്ല തെല്ലെന്തരം അവർ അഹങ്കാര പോലെ അങ്ങനെ ആവുത്തീര. ഒരു മക്ക അല്ലെങ്കിൽ 6 വന്ന് സലാം ചൊന്നെങ്കിൽ അതിൽ റിട്ടേൺ മടക്കുകയും ഞങ്ങൾ ശ്രദ്ധിക്കണായ കാര്യത്തിക്കറ് അതേറ്റിക്കറ് ഒന്നാമത്തെ അദബ്. രണ്ടാമത്തെ അദബായിട്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിദുല്ലാഹ് ചൊല്ലുറേ ഇദാ അറദ്ത ദുഖൂല അലാ അഹദിൻ ഫസ്തഅദിൻ. അതെ ഔത്തുക എൻട്രാവുമ്പോ അല്ലെങ്കിൽ ഒരാളെ ജാഗിക്ക് ഞങ്ങൾ പോകുമ്പോഴത്തേക്കു
ഒരു ഓഫീസുಗ അല്ലെങ്കിൽ ಬೇರೆ ಇದಿಗ ഒരു ಜಾಗತ್ತು പോകുമ്പത്തുಗು അവിടെ കാട്ടുനായ അദബ് എന്തിരെ ഒന്നാമത്തെ അദബ് അങ്ങളൊട്ടിಗೆ പർമിഷൻ കേൾക്കണു ചൊല്ലതേറ്റിക്ക് ഔത്തുക ಎಂಟ್ರಾವು ಪರ್ಮಿಷನ್ ಕೇಳ್க்கிறது ಅದು ಅದಬುಲ್ ಪಟ್ಟದೈಟಿಕ್ಕೆ ಅല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ ചൊന്ന യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസിമാരെ ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും നിങ്ങളതല്ലാത്ത വേറെ ഔത്തുക നിങ്ങൾ എൻടർ ആവുമ്പത്തുകു നിങ്ങൾ എങ്ങനെ എൻടർ ആവണ്ട ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ നിങ്ങൾ അവരുടെ പെർമിഷൻ കേൾക്കാൻട്ടെ അങ്ങനെ മേൽ സലാം ചൊല്ലാൻട്ടെ നിങ്ങൾ എൻടർ ആവണ്ട ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൻ നൂറിൽ നമുക്ക് പഠിപ്പാട്ടി തന്നിരിക്കാണ് അപ്പോൾ ഞങ്ങൾ ഒരാൾ ഔത്തുക എൻടർ ആവുമ്പോ സലാം ചൊല്ലൊട്ടിക്കുമേ പെർമിഷൻ കേൾക്കും ഇണ്ടാരെയും കേൾക്കാറ് ഇണ്ടത്തെ പെർമിഷൻ ഞാൻ ബായിലല്ല കേൾക്കറല്ലേ ഇണ്ടെന്തിന് ബെല്ലടിക്കരുത് ഒരു പെർമിഷൻ ഏറ്റിക്കരുത് അപ്പൊ ബെല്ലടിക്കുമ്പോഴത്തേക്ക് പെർമിഷൻ എങ്ങനെ കേൾക്കും മൂന്നേ പട്ട അതിരണ്ടി ആറാവ് തീര കുറെ ആൾമാർ ഓന്റെ ബായിലെടുക്കില്ല ചൊന്ന് ബെല്ലടിച്ചോയിക്കിറങ്ങിക്கிறார் തീര ഒരു പട്ട് ബെല്ലടിച്ച എടുത്തില്ല രണ്ടാമത്തെ ബെല്ലടിച്ച എടുത്തില്ല മൂന്നാമത്തെ പട്ട് ബെല്ലടിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഫർജ റിട്ടേൺ പോണുണ്ടേറ്റിക്ക് പിന്നെ അവിടെ ബെല്ലടിച്ച് നിൽക്കൂ തീര അപ്പൊ അതൊരു അതവൈറ്റിക്കർ ഞങ്ങൾ ജാഗ്രതാക്കുണായതേറ്റിക്കർ അല്ലേ അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുണായതേറ്റിക്കർ ഞങ്ങൾ ഒരൗത്തുക എൻട്ര ആവുമ്പത്തുക കാട്ടുനായെ അതബിൽ പെട്ടതേറ്റിക്കർ ഇങ്ങനെ പെർമിഷൻ കേൾക്കരുത് ഒരാള് ഒരൗത്തുക എൻട്ര ആവുമ്പത്തുക അതിലെ എത്ര 5 അതബുണ്ട് ഇസ്ലാം നമുക്ക് 5 അതബ് പഠിപ്പാട്ട് ഏതല്ലത് ഒന്നാമത്തത് സലാം ചൊല്ലും ഒരാൾ ഔത്തുക എൻട്ര ആവുമ്പോൾ സലാം ചൊല്ലും രണ്ടാമത്തത് അയാളുടെ പെർമിഷൻ കേൾക്കും മൂന്നാമത്തത് ഒരാള് ഔത്തുക ഞങ്ങൾ പോകുമ്പത്തുക ബായിൽ എതിർകട ഡയറക്റ്റ് ഇങ്ങനെ മുഖം വെച്ച് നിൽക്കൂ തീര അതൊരു അതവൈത്തിക്കര് ഒരാൾ ബായിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടു നോക്കാക്കര് പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ മുഖം വെച്ചിട്ട് ബായിൽ എതിർക ഇങ്ങനെ നിക്കര് തീര ഒന്നാ ബലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണു ഇല്ല ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണു ഇതേ ടിക്കറ് ഇസ്ലാം പഠിപ്പാട്ട അതബ് നാലാമത്തേത് ഓണിന്റെ ബായിലെടുക്കില്ല ചൊന്ത് പിന്നെ വിൻഡോലുള്ള നെൽക്കി നോക്കുക അതും തീര ഇസ്ലാം അത് പഠിപ്പാട്ടില്ല അത് ജാഗ്രതാക്കുനായത് കുറെ ആൾമാർക്ക് അങ്ങനെ ആദത്തുണ്ട് ബെല്ലടിച്ചിട്ട് ഒന്നാമത്തത് അങ്ങനെ ബെല്ലടിച്ചോയിക്കൂ തീര മൂന്നേ പറ്റ ഇനി അടിച്ചിട്ട് പിന്നും എടുത്തില്ലെങ്കിൽ പിന്നെ വിൻഡോ ഇടലല്ല നെൽക്കി നോക്കുന്നതെല്ലാം ജാഗ്രതാക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നെൽക്കി നോക്കിയെങ്കിൽ ഒരാൾ അങ്ങനെ നെൽക്കി നോക്കിയിട്ടായെങ്കിൽ അവന്റെ കണ്ണടിച്ച് പൊട്ടുപാട്ടെങ്കും നിക്ക് ശിക്ഷയില്ലാണ്ട് എത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് അത്രത്തോളം ഇസ്ലാം ജാഗ്രത പഠിപ്പാട്ട് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ ലൗ അന്ന ഇംറാൻ ഇത്തല അലൈക ബിഗൈരി ഇദ്നി ഒരാൾ നിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഔത്ര ബായിൽ കട വന്ന് എത്തി നോക്കറ നിൽക്കി നോക്കറണ്ടായെങ്കിൽ അതെ ഫഖദഫ്തഹു ബിഹസാത്തിൻ ഫഫഖഅത് ഐനഹു നീ അവന്റെ കണ്ണിಗೆ എന്തേ ഒന്ന് എറിഞ്ഞിട്ട് അവന്റെ കണ്ണ് പൊട്ടെങ്കോ ലം യകുൻ അലൈക ജുനാഹ് നിക്കതിൽ ശിക്ഷയില്ല അല്ലേ ഒരാൾ ഇങ്ങനെ നിൽക്കി നോക്കറടല് എന്തേ ഒന്ന് എറിഞ്ഞിട്ട് കണ്ണിട്ട് അവന്റെ കണ്ണ് പൊട്ടെങ്കോ നിക്കതിൽ ശിക്ഷയില്ല അപ്പൊ അത്രത്തോളം ഞങ്ങ എന്താ കുത്തീറ വിണ്ടറടലല്ല ആ നിൽക്കി നോക്കുന്ന ഒരു സ്വഭാവ ഞങ്ങളുടെ ഇക്കൊത്തീറ അതേപോലെ അഞ്ചാമത്തെ അതബ് ഒരാള് ഔത്തി എൻട്രാമത്തുകു ഇപ്പൊ സാധാരണ ഞങ്ങ ബായിൽ നോക്കാക്കി ബായിൽ കൊട്ടെങ്കിൽ 6 കേൾക്കറ ഉൾഗത്തിലല്ലേ 6 അപ്പൊ ഞങ്ങൾ സാധാരണ ചൊല്ലற ഒരു പൽക്കുനെതിരെ നാണ് അങ്ങനെ ചൊല്ലു തീര അത് മക്രൂവായിട്ടിക്കർ അത് കറാഹത്തായിട്ടിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത കാര്യത്തിക്കർ ഒർക്ക ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗത്തു വന്ന് ബായിൽ കൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾഗത്തിൽ 6 കേട്ടപ്പ ജാബിർ റളിയല്ലാഹു അൻഹു 4 ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിൽ അതൊരു ഇഷ്ടില്ലാത്ത പോലെ അന എന്തിനാ ഇത് നാണ് അങ്ങനെ ചൊല്ലണ്ട നിങ്ങൾ പേര് ചൊല്ലുണ്ടായിട്ടിക്കര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് അപ്പൊ അതിലേക്ക് 4 ചൊല്ല ഞങ്ങൾ പൽക്കലെത്തിയ ഞാൻ എന്താക്കും ഞങ്ങൾ പേര് ചൊല്ലും ഇതാണ് ഷിഹാബ് അല്ലെ ഞാൻ ഇങ്ങനത്തെ ആള് അപ്പൊ അത് ഞങ്ങൾ എന്താക്കും ജാഗ്രതാക്കുനായി ഒരു കാര്യത്തിക്കർ അതേറ്റിക്കര് ഇസ്ലാം ഒരു ഔത്തുക എൻട്രാവുമ്പത്തുക പഠിപ്പാട്ട് അതബ് ചൊല്ലി നാം മനസ്സിലാക്കും ഇനി മൂന്നാമത്തേത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുസൈമി ഹഫിദുല്ലാഹ് മൂന്നാമത്തെ അതബായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട സന്ദർഭ ഫുഡ് തിന്നുമ്പോൾ അതബായിട്ടിക്ക് ഫുഡ് തിന്നുമ്പോൾ ഒരു അതബ് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് എത്ര അതബ് പഠിപ്പാട്ട് അതിൽ ഒന്നാമത്തെ അതബ് എന്തൊരു ബിസ്മില്ലാ ഫുഡ് തിന്നു സ്റ്റാർട്ട് ആക്കുമ്പോ ബിസ്മില്ലാ ചൊല്ലതേറ്റിക്ക് നോക്കൊരു ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ചൊല്ല ഞാൻ ചെറിയ ബാലക്കാരായിട്ടിക്കരെ ചെറിയ കിടാവായിട്ടിക്കര സന്ദർഭത്തിൽ ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കര സദസ്സുക്ക് ഒരു പ്ലേറ്റ് ഫുഡ് വന്നു
അങ്ങനെ ഫുഡ് വന്നപ്പോ ನಾನು ഔഡറെಲ್ಲ ഇട്ട് ഇങ്ങനെ എടുത്തിട്ട് ബാരി തിന്നുകു ട്രൈ ആക്കിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ನನ್ನ കൈ പിടിച്ചിട്ട് യാ ഗുലാം, ഏ മോനെ, സമ്മില്ല, നീ ബിസ്മില്ലാ ചൊല്ലു, ബിസ്മില്ലാ ചൊന്നതിൽ പിന്നെ നീ സ്റ്റാർട്ട് ആക്കി. അപ്പൊ നോക്കൂ, ബിസ്മില്ലാ ചൊന്നതിൽ പിന്നെ ഞങ്ങൾ എന്താക്കുന്നു, ഫുഡ് തിന്നു സ്റ്റാർട്ട് ആക്കും. അവിടെ ഉലമാക്കന്മാരുടെ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസം എന്തേ, ഒരാൾ ഫുഡ് തിന്നു സ്റ്റാർട്ട് ആക്കും ബിസ്മില്ലാ ചൊന്നമ്മയ്യ അല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് ചൊല്ലണം. അതിനിടയിൽ എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറെ ഉലമാക്കന്മാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം ചൊല്ലുക ആയെങ്ക യാരത്തെ ഉലമാക്കന്മാർ ചൊല്ലല്ല ബിസ്മില്ലാ ചൊന്നമ്മയും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളേ സമ്മില്ല ബിസ്മില്ലാ ചൊല്ലുക ഫുള്ള് ചൊല്ലതല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി അവിടെ നിക്കരുതല്ല തന്റെ അഫ്ളൽ. കുറെ ഉലമാക്കന്മാർ ചൊന്നാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാൾ ചൊല്ലുറെങ്കിൽ ഫുള്ള് ചൊല്ലുകയും ചൊല്ല. മാത്ര അഫ്ളലായിട്ടുള്ളത് കാലി ബിസ്മില്ലാ ചൊല്ലുക. ബിസ്മില്ലാ ചൊന്നെങ്കിൽ മയവും അതേറ്റിക്കർ അഫ്ളല്. അപ്പൊ അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്കറ്. ഇനി ഫുഡ് തിന്നുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ ചൊല്ലുക മറന്ന അപ്പോൾ എന്താക്കണം, അവിടെ ഹദീസിൽ കാണ്ട് ഒരാള് ബിസ്മില്ലാ ചൊല്ലുക മറന്നെങ്കിൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, അല്ലെങ്കിൽ പിന്നൊരു ഹദീസിൽ പിന്നൊരു ദുആയിട്ട് വന്നത് ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി. ഈ രണ്ട് വേർഡും നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു അല്ലെങ്കിൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി. ഇങ്ങനെ എത്തിക്കണു ഞങ്ങൾ അതില് ശ്രദ്ധിക്കണായത്. അതേപോലെ പിന്നൊരു അതെന്തൊരു വക്കുൽ ബിയമീനിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടാവരെ കൈ പിടിച്ചിട്ട് സമ്മില്ല ചൊന്നതിൽ പിന്നെ വക്കുൽ ബിയമീനിക്, നിന്റെ ബലത്തെ കൈ കൊണ്ട് നീ തിന്നുണ്ടെത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടറെ. ബലത്തെ കയ്യിൽ എത്തിക്കൊണ്ട് അങ്ങ് എപ്പം തിന്നുനായി കുടിക്കനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു ഹദീസിൽ കാണ്ട് ഇദാ അകല അഹദുകും ഫൽയകുൽ ബിയമീനി, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ തിന്നുക ബിയർക്കിറങ്ങാണ്ടായെങ്കിൽ നിങ്ങൾ ബലത്തെ കയ്യിൽ തിന്നോറു. വൈദാ ശരിബ ഫൽയശ്റബ് ബിയമീനി, ആരെങ്കിലും കുടിക്കുക ബിയർക്കിറങ്ങ ബലത്തെ കയ്യിൽ കുടിക്കൂ. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, ശൈത്താൻ എത്തിക്ക എടുത്ത കയ്യിൽ തിന്നറോണും എടുത്ത കയ്യിൽ കുടിക്കറോണും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പടിപാടി തണ്ട്. അപ്പൊ എടുത്ത കയ്യിൽ കുടിക്കരുത്, ശൈത്താൻ എത്തിക്കും. ബലത്തെ കയ്യിൽ കുടിക്കണു, ബലത്തെ കയ്യിൽ തിന്നണു. അതേ ടിക്കർ ഇസ്ലാം നമുക്ക് പടിപാട്ട് അതവ്. ചില മക്ക ചിലപ്പോ സാധാരണ ചില മക്കൾക്ക് ഈ ബലത്തെ കയ്യിൽ ബലങ്ങരുത് ഭാരി കഷ്ട. യാറത്തിൽ മക്കളെ കൈ പോണ്ടേ എടുത്ത കൈ എത്തിക്കും. അപ്പൊ അങ്ങനെ അവിടെ വിടരല്ല, അങ്കത് പടിപാടി കൊടുക്കണം. ബലത്തെ കയ്യിൽ തിന്നകും ബലത്തെ കയ്യിൽ കുടിക്കുകയായിട്ട് ട്രൈ ആക്കുമ്പോട്ടണം അങ്ങനെ അല്ലെ, ಅದಕ್ಕೆ ಪ್ರಾಕ್ಟೀಸ್ ಆಗ್ಬಾರ್ದು. അങ്ങനെ മാത്രം ഞങ്ങൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ഇഷ്ടപ്പെട്ടങ്ങായിട്ട് തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ നെഞ്ഞിറുൾക ഞങ്ങളെ മനസ്സുൾക ഗട്ടിയാക്കി പിടിക്കുക. ഞങ്ങൾ എപ്പം ശ്രദ്ധിക്കണം, ഓർക്കും നന്റെ എടുത്ത കൈ കുടിക്കുക തിന്നുക നാ യൂസ് ആക്കില്ല. അങ്ങനെ ബിയർക്കുണ്ടങ്ങ കൊറിയ ഫംഗ്ഷനിലെല്ലാം പോയി കൊറിയ പ്രോഗ്രാമിനോടെല്ലാം കാണ്ടി കൊറേ ആൾ മരുന്നരെ ഈ കണക്ഷൻ ആക്കി കുടിക്കണമുള്ള എന്തേ എടുത്ത കയ്യിൽ ഗ്ലാസ് പിടിച്ചിട്ട് ഈ വലത്തെ കയ്യിൽ ഇങ്ങനെ കണക്ഷൻ പിടിക്കും, മൊബൈൽ ചാർജ് ആക്കിയവർ. ഇതെന്തിന് കറണ്ട് പാസ്സാവുക അല്ലേ? വലത്തെ കയ്യിൽ ഇങ്ങനെ കണക്ഷൻ ആക്കുക അല്ല, കണക്ട് ആക്കുക അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാടി വലത്തെ കയ്യിൽ പിടിക്കുകയായിട്ട് ചൊന്നരെ വലത്തെ കയ്യിൽ പിടിച്ചു കുടിക്കണത് കറി അവിടെ അല്ലേ. അപ്പൊ പ്ലേറ്റ് കറിയായി, പ്ലേറ്റിൽ കറിയില്ലേ, പ്ലേറ്റ് കൽകില്ലേ. അതേപോലെ ഗ്ലാസും കൽകിറാറ്. അതിലുള്ള ഞങ്ങൾ അങ്ങനെ ബിയർക്കുക തീരാ. ഞങ്ങൾ ആയത്ര ഞങ്ങളെ ബലത്തെ കയ്യെ യൂസ് ആക്കുക ഞങ്ങൾ ശ്രദ്ധിക്കും. അതുള്ള ശൈത്താന്റെ വസ്വാസൈറ്റിക്ക് ശൈത്താന്റെ വസ്വാസ മൂലാണ്ട് ഞങ്ങൾ എന്താക്കണം ശ്രദ്ധിക്കണം. ഞങ്ങളെ ബലത്തെ കയ്യെ യൂസ് ആക്കുക ഞങ്ങൾ റെഡി ആവണം അല്ലേ. അപ്പൊ അത് ഞങ്ങൾ ജാഗ്രത ആക്കണം. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിടാവരെ കൈ പിടിച്ചിട്ട് മൂന്നാമത്തേത് ചൊല്ലേ വകുൽ മിമ്മാ യലീക്, നിന്റെ മുട്ടത്ത് ഉള്ളത് നീ തിന്ന്. ആ കിടാവ് അങ്ങനെ അപ്പറിപ്പറല്ല തിന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചു ചൊല്ലേ ഫസ്റ്റ് സമ്മില്ല വകുൽ ബിയമീനി വകുൽ മിമ്മാ യലീക്, നിന്റെ മുട്ടത്തെ ഭാഗത്തെ നീ തിന്നുണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. കൂടെ ഉലമാക്കന്മാർ ചൊല്ലേ അത് ഒരേ ഐറ്റം ഉള്ള ഫുഡ് ഉണ്ടായി. ഇപ്പൊ ഒരേ ബിരിയാണി അല്ലെ ഒരേ എന്താ ഒരു ചോറ്. അപ്പൊ ഒരേ ഐറ്റം ഉള്ളതുണ്ടായെങ്കിൽ അവിടെ നമുക്ക് എന്താക്കാം, മുട്ടത്തിലുള്ളതേ ഞങ്ങൾ തിന്നോളൂ. ഞങ്ങളെ മുട്ടത്തിൽ ഇന്നതേ ഞങ്ങൾ തിന്നോളൂ. ഇനി വേറെ ഐറ്റം ഉള്ളതുണ്ടായെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ എടുത്ത് തിന്നാം, അതിൽ പ്രോബ്ലം ഇല്ല. ഉദാഹരണം ഇഫ്താറിന്റെ സന്ദർഭത്തിലുള്ള വേറെ ഐറ്റംസ് എല്ലാം ഇക്കറ്, അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിൽ എടുത്ത് തിന്നാം. അതല്ല ഒരേ ഐറ്റം ഫുഡ് ഉണ്ടായെങ്കിൽ അവിടെ നമുക്ക് എന്താക്കണം,
ഞങ്ങൾ മുട്ടത്തിലുള്ളത് മാത്രമേ തിന്നോണ്ടേ ദിക്റ് ഉലമാക്കന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഞങ്ങൾക്ക് പടിപ്പാട്ട് തണ്ടി. പിന്നെ തിണ്ടുത്തായാൽ പിന്നെ ബെർല് ഉജുമ്പുന്നത് സുന്നത്തേക്ക് സാധാരണ ചമ്മത്താൽമാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അല്ലെ. തിണ്ടുത്തായാൽ പിന്നെ ബെർല് ഉജുമ്പുക്ക് മടി ആൾമാർ എന്ത് ചൊല്ലാറാ, ആൾമാർ എന്ത് ബിയാരിക്കാറാ, ഓന്റെ ഫുഡ് കണ്ടിട്ടില്ലേ, ഓന്റെ തിന്നിട്ടേ ഇല്ലേ ഇത്ര നാൾ അങ്ങനെ ബിയാരിക്കാറെല്ലാം ബിയാരിച്ചിട്ട് അതിലെല്ലാം എന്താക്കുക ബുഡ്രാർ തീരാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബെർല് ഉജുമ്പുക്ക് ചൊന്നറ നാനത് ഉജുമ്പുര ആരുടെ എതിരിൽ എത്ര ബില്ലാലായും സമ നക്കതിൽ പ്രോബ്ലം ഇല്ല. കാരണം സുന്നത്തൈ തിക്കർ കെട്ടിപ്പിടിക്കണായി. സുന്നത്തൈ തിക്കർ നമുക്ക് ഇസ്സത്ത് തണ്ടേ. വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, എല്ലാ ഇസ്സത്തും അല്ലാഹുവിന്റെ മുട്ടൈ തിക്കർ. ആരും പേടിര ആരും പൽക്കത്തിലല്ല ഇസ്സത്തുല്ല, ആരും നോക്കിയിട്ടല്ല ഇസ്സത്ത് ഞങ്ങൾ നേടണായി. ഞങ്ങൾ അല്ലാഹുവിന്റെ മുട്ടത്തെ ഇസ്സത്തൈ തിക്കർ ഞങ്ങൾ നേടണായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഇദാ അകല അഹദുകും തആമൻ ഫലാ യംസഹ് യദഹു. നിങ്ങൾ ഒരാൾ തിന്നണ്ടായെങ്കിൽ നിങ്ങളെ കൈ നിങ്ങൾ കൽകണ്ട എത്രത്തോളം ഹത്താ യൽഅഖഹാ യുൽഇഖഹാ. നിങ്ങളെ കൈരെ ഉജുംബർ കൊടുത്തോളൂ, നിങ്ങളെ ബെർല് ഉജുംബർ കൊടുത്തോളൂ, അല്ലെങ്കിൽ ഉജുമ്പ് ബാട്ടർ കൊടുത്തോളൂ. അല്ലെ ഞങ്ങൾ ഒന്നാം ഉജുമോണ് ഇല്ലെങ്കിൽ ഞങ്ങളെ പെഞ്ഞായിമാറൊട്ടിയും അല്ലെ ഞങ്ങളെ മക്കളിട്ടിക്കുമ്പോ അങ്ങനെ ഉജുമ്പ് ബാട്ടർ എടുത്തുള്ളതും എന്ത് സുന്നത്തൈ ടിക്കർ. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പടിപ്പാടി തന്ന ഒരു അദബൈ ടിക്കർ. ചില മക്കളത് അങ്ങനെ തിന്നറാറ് അങ്ങനെ മെഞ്ചു പോണ്ടാറ്, അപ്പൊ അങ്ങനെ കൈ ബെർലെടുത്ത് അങ്ങനെ ബെർല് ഉജുമ്പരുതു ഞങ്ങൾ ഉജുമ്പി കൊടുക്കരുത്, അത് സുന്നത്തൈ ടിക്കർ. അപ്പൊ ഞങ്ങ അത് ശ്രദ്ധിക്കണായ ഒന്നൈ ടിക്കർ. അത് ഫുഡ് തിന്നുമ്പോ കാട്ടണായ അദബ്. അതേപോലെ ഇനി ഫുഡ് തിന്നൊരു സന്ദർഭത്തിൽ എവിടെയും കീൽമൂന്തു അപ്പൊ എന്താക്കണം, കീൽമൂന്നെങ്കും അവിടെ ഇസ്ലാം എന്താക്കിയത് നമുക്ക് അദബ് പടിപ്പാട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഇദാ സഖത്തത് ലുഖ്മത അഹദികും, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ ഫുഡ് തിന്നുമ്പോൾ നിങ്ങളെ ഫുഡ് ഒരു ഭാഗ കീൽമൂന്തുണ്ടായെങ്കിൽ ഫൽയുമിത് മിൻഹൽ അദാ, അതിലെ മണ്ണിനെ നിങ്ങൾ എടുക്കൊള്ളൂ, വല്യഅകുലുഹ, ബാക്കിയുള്ളത് നിങ്ങൾ തിന്നോളൂ. അല്ലെ, അപ്പൊ ഒരു ഫുഡും അത് കീൽമൂന്തു അത് എടുത്തിട്ട് തിന്നുക ആവുന്നുണ്ടായെങ്കിൽ അതിലെ മണ്ണിന്റെ ഭാഗം എന്താക്കൂ ഞങ്ങൾ എടുത്തിട്ട് നീക്കിട്ട് ബാക്കിയുള്ളത് ക്ലീൻ ഉള്ളത് തിന്നോണം. ഇനി അത് ഞങ്ങൾക്ക് മണ്ണ് നീക്കുക ആവാത്തതുണ്ടായെങ്കിൽ ഞങ്ങൾ അത് എടുക്കണോണ്ടില്ല അല്ലെ. അപ്പൊ അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാലത്ത് വല അതിൽ പിന്നെ ഷൈത്താനുക്ക് നിങ്ങൾ അത് വിട്ടുകൊടുക്കണ്ട. കീൽമുന്ന ഫുഡ്രെ നിങ്ങൾ ഷൈത്താനുക്ക് വിട്ടുകൊടുക്കണ്ട. അതിലെ ആ മണ്ണിരെ എടുത്തിട്ട് അത് ബാക്കി ക്ലീൻ ഉള്ള ഭാഗം നിങ്ങൾ തിന്നോറുണ്ടേ തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട് കുറെ ആൾമാരിൽ ഇത് ചൊല്ലുമ്പോ അതിലെന്തിര് ബാക്ടീരിയ ഇക്കില്ല അതിക്കില്ല ഇതിലിക്കില്ല എന്നുള്ള ചൊല്ലാറ് അല്ലെ. കീൽമുന്നതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ തിന്നെങ്കിൽ ഞങ്ങളെ വയറ്റിക്ക് ബാക്ടീരിയ പോണ്ട് അത് പോണ്ട് ഇത് പോണ്ട് അങ്ങനെ ഓണു ശ്വാസം എടുക്കും തീരാ കണ്ടിട്ട് മൈക്രോസ്കോപ്പിൽ ശ്വാസത്തെ ഞങ്ങൾ എടുക്കുമ്പോൾ എത്രമാ ബാക്ടീരിയ ഞങ്ങൾ ഉൾഗത്തേക്ക് പോകും അല്ലെ. ബാക്ടീരിയ നോക്കിയെങ്കിൽ ആവല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് പടിപ്പാട്ടിയിട്ടുണ്ടായെങ്കിൽ അത് അതേപോലെ ഞങ്ങൾ ശ്രദ്ധിക്കും. അതിനർത്ഥം എന്താ ഒട്രാസി അങ്ങനെ 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 ബെഡ്ക്ക് ഫുഡെല്ലാം തിന്നോണ്ടല്ല ചൊല്ലറേ. ബെഡ്ക്ക് ഫുഡ് ഏത് നല്ലത് ഏതെന്തല്ല നമുക്ക് സാധാരണ ഗൊന്താവൃത് ഇട്ടിക്കരുത്. അപ്പൊ ബെഡ്ക്ക് ഫുഡ് ഞങ്ങൾ തിന്നോക്കെ തീരാ ആയെങ്ക ഒരു ഫുഡ് നല്ല ഫുഡ് അത് ഞങ്ങൾ കീൽ പൊന്തു അതിൽ മണ്ണായിട്ടുണ്ടായെങ്കിൽ ആ മണ്ണിന്റെ ഭാഗം എന്താക്ക ഞങ്ങൾക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ക്ലീനർ ഭാഗം തിന്ന അതിനെ ഞങ്ങൾ എന്താക്കുത്തീറ ഷൈത്താനുക്ക് വിട്ടുകൊടുക്കോ തീരാണ്ട് തിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പടിപ്പാട്ടോ. അപ്പൊ അത് ഞങ്ങൾ ജാഗ്രത ആക്കണേ. പിന്നെ ഫുഡ് തിണ്ടയിൽ പിന്നെ ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്. ആ ദുആ ഞങ്ങൾ ദുആ ആക്കണം. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ ചൊല്ലറ ഈ ദുആ ഞങ്ങൾ ദുആ ആക്കണം. എന്തേ ഒരു ഫുഡ് തിന്നിട്ട എന്തേ ഒരു കുടിച്ചിട്ട ആരെങ്കിലും അൽഹംദുലില്ലാ അല്ലാഹു ഒരു സ്തുതിച്ചണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭയങ്കര ഇഷ്ടപ്പെടാണ്ട് ദിക്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പൊ അതേ ദിക്റ് ഫുഡ് തിന്നുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കാട്ടുണായി ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള അദബ് ദിക്റ് നാനൂടെ വിശദീകരിച്ചു. നാലാമത്തെ സന്ദർഭത്തിലുള്ള അദബ് പൽക്ക പറയുമ്പോൾ കാട്ടുണായ അദബ് ദിക്റ്. പൽക്ക പറയുമ്പോൾ ഒരേ അദബുണ്ട്. ഇത് ചൊന്ത് തന്റെ പൽക്കത്തെ തന്റെ ക്ലാസ്സിൽ ഞാൻ ഇപ്പാട്ടെ 10 അദബുണ്ട്. അത് ഇൻഷാല്ല ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കും. അപ്പൊ നാലാമത്തെ സന്ദർഭത്തിലുള്ള അദബ് എന്തിരെ ഞങ്ങൾ പൽക്ക പറയുമ്പോഴത്തേക്കു കാട്ടുണായ അദബ് ദിക്റ്. പൽക്ക പറയുമ്പോൾ കുറെ അദബ് നമുക്ക് ഇസ്ലാം പടിപ്പാട്ടി എന്തിരെ. ഒന്നാമത്തെ അദബ് പൽക്ക എപ്പം നല്ലതായിട്ട് തീരകൂ ഹൈറായതാവൂ നല്ല നല്ല പൽക്ക പൽക്കറിയൊ എത്തിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കൂടായി. തകല്ലമ ബിത്വയ്യിബിൽ ഖൗലി ഫിൽ ഖൈർ, എല്ലാ പൽക്കത്തിലും ഖൈറുണ്ടാണ്ട് നോക്കിയിട്ട് എത്തിക്കൊണ്ട് ഞങ്ങൾ പൽക്ക പറയണായി.
അല്ലാണ്ട് എല്ലാ ഒട്രാസി ബാൻഡാത്തതും അതും ഇതുമല്ല പൽക്ക പറഞ്ഞത് ഒർക്കും സമല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ കാണുന്നേ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കറങ്ങാണ്ടായെങ്കിൽ ഫല്യഖുൽ ഖൈറാ, അവൻ ഖൈറ് ചൊല്ലട്ടെ, ഔ ലിയസ്മുത്, അല്ലേ മുണ്ടാണ്ട് തേക്കട്ടെ. വേണ്ടാത്ത അനാവശ്യമായ ഗീബത്ത് നമീമത്ത്, അവന്റെ ഇറച്ചി തിന്നര് ഓന്റെ ഇറച്ചി തിന്നര്, അത് അല്ലെ ഇങ്ങനെ അവന്റെ വിഷയം ചൊല്ലി ഓന്റെ വിഷയം ചൊല്ലി അതെല്ലാം ഇക്കു തീര ഞങ്ങൾട്ടാ. ആ എത്ര നല്ല നല്ല പൽക്ക പൽക്കറി കയറ്റിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായി, അത് ഞങ്ങൾ ജാഗ്രതാക്കണായി തെറ്റിക്കും. കുറെ ആൾമാർ പൽക്കരുമ്പോ പേടി പാട്ടിട്ട് പൽക്കറുള്ള എല്ലാ നോക്കിയും പേടി പാട്ടിട്ട് പൽക്കർ അങ്ങനെയുള്ള തീരാ. ഒരു മനുഷ്യക്ക് ഞങ്ങൾ എപ്പം പൽക്കരുമ്പോ ആശ്വാസമാവും, സമാധാനവും, സാന്ത്വന കൊടുക്കറങ്ങാവും. രോഗിയുടെ മുട്ട പോയെങ്കിൽ കാണു അവനക്ക് എന്ത് രോഗ ഇതായിത്ത് പണി അങ്ങനെ. അവൻ പിന്നെ ഡോക്ടർ 5 നാൾ കൊടുത്തെങ്കിൽ പിന്നെ അവൻ പിറ്റാണ്ട് ഓന്റെ പൽക്കത്തിൽ പിറ്റാണ്ട് മരിക്കുവോ അങ്ങനെ ചൊല്ലുற പേടി പാട്ടിറങ്ങുള്ള സ്ഥിര. ആ എത്ര ഞങ്ങൾ സാന്ത്വന സമാധാന നെമ്മതി അങ്ങനെ ഞങ്ങളുടെ പൽക്കത്തിൽ ഒരു ചന്ത അതിക്കൊന്നു ചൊല്ലത് എട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ಬೇಜಾರಾಕಿಟ್ಟುಳ್ಳೆ ಪಲ್ಕ ಮನಸ್ಸಿಗೆ ಬೇಜಾರಾಕಬಾಟ್ರ ಪಲ್ಕ ಇದೆಲ್ಲ ಇಕ್ಕು ತೀರಾ ಅದರೆಲ್ಲ ನಂಗೆ ಜಾಗ್ರತೆ ಆಗ. അതേപോലെ രണ്ടാമത്തേത് പൽക്കരുമ്പോ ഞങ്ങൾ ശ്രദ്ധിക്കണായത് സൗണ്ട് ജോറാക്കി പൽക്കറങ്ങുള്ള. എന്തിനില്ല ഒരു ചെറിയ കാര്യം ചൊല്ലിക്കുക അതും ജോറ് ബൊബിട്ട് പൽക്കറ അങ്ങനെയുള്ള തീര. ആ എത്ര സൗമ്യത്തില് ആ എത്ര ചന്തത്തിൽ പൽക്കരുക എത്തിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണാണ്. നോക്കൊരു ലുക്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ മോഡ് ഉപദേശാക്കര കൂട്ടത്തിൽ ഒരു ഉപദേശം എന്തേ വഗുദുൽ മിൻ സൗതിക്, നിന്റെ സൗത്രെ നിന്റെ സൗണ്ട് നീന് മെല്ലാക്ക്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, എല്ലാ തണ്ടി ബെഡ്ക്ക് സൗണ്ട് എന്തേ കത്തര സൗണ്ട് എത്തിക്കറ്. ലുക്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പാടുന്നുണ്ട അല്ലേ. ജോർ ബൊബിട്ട് സൗണ്ട് ആക്കുന്നത് അത് കത്തക ഉപമാക്കിട്ട് എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുற. അപ്പൊ ഞങ്ങൾ ജോർ ബൊബിട്ട് പൽക്കറെതിരാണ് ഖൈറ്. അത് തീര അതിൽ ഞങ്ങൾ ജാഗ്രതാക്കണം. ആയത്ര ഞങ്ങൾ എന്താക്കണു സൗമ്യത്തിൽ പൽക്കരണു, ചന്തത്തിൽ പൽക്കരണു. ഇനി ചില സന്ദർഭത്തിൽ ജോറ് പൽക്ക പറയുക പണ്ട് അതത് സന്ദർഭത്തിൽ അല്ലെ ഒരു തപ്പുറത്ത് ഇദ്ദുമ്പത്ത് ചിലപ്പ ജോറ് സൗണ്ട് ആയിട്ട് പൽക്കരണായിട്ട് പണ്ട് ഖുതുബത്ത് സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭത്തിൽ പൽക്ക ജോറാക്കി പൽക്കറിഞ്ഞു. അപ്പൊ അതത് സന്ദർഭം നോക്കിയിട്ട് എത്തിക്കണം ഞങ്ങൾ എന്താക്കണായി പൽക്ക പറയണായ അത്യാവശ്യ സന്ദർഭം ഉണ്ടായി മാത്രം. അല്ലാണ്ട് അനാവശ്യത്തിലുള്ള ബന്ധവും ചോറ് ബൊബിട്ട് പൽക്കരുത് ഞങ്ങൾ ജാഗ്രതാക്കുന്നു. അതേപോലെ പൽക്ക പറയുമ്പോഴത്തേക്കു പിന്നൊന്ന് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ഞങ്ങളെ പൽക്ക എപ്പം ക്ലിയർ ആവുക ശ്രദ്ധിക്കും. കൊറേ പൽക്കറാറ് കൊറേ മുഴുകുറാറ് കൊറേ പറത്തിടുறாரு ഓന് എന്തിനെ ചൊന്നിട്ട് ആർക്കും എന്ത് അർത്ഥവും ഇല്ല അങ്ങനല്ല. പൽക്ക എപ്പം ക്ലിയർ ആവുക ഞങ്ങൾ ശ്രദ്ധിക്കും അല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്ക പൽക്കറിഞ്ഞിട്ടായെങ്കിൽ അതിൽ എത്ര വേർഡ്സ് ഉണ്ട് ചൊന്ന് ഞങ്ങൾക്ക് കണക്കാക്കുകയുണ്ട്. അത്ര ക്ലിയർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എന്തേലും ചൊന്നെങ്കിൽ അതിൽ എത്ര വേർഡ്സ് ಇಂತ ചൊന്തു ഞങ്ങൾക്ക് ക്ലിയർ ആക്കുകയുണ്ട് ദിക്ർ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നത് ഞങ്ങൾക്ക് കാണാം. അപ്പൊ ഞങ്ങൾ പൽക്കറിയുമ്പോൾ ക്ലിയർ ആവുക ഞങ്ങൾ എന്താക്കുന്നു ശ്രദ്ധിക്കും. ഇനി ഒരാള് ഞങ്ങളൊട്ടിಗೆ പൽക്ക പറഞ്ഞിട്ടായി ഞങ്ങൾ എന്താക്കണം ഞങ്ങെന്താക്കറ മൊബൈൽ നോക്കറ അപ്പുറ നോക്കറ ഇപ്പുറ നോക്കറ അങ്ങനല്ല. ഒരാൾ ഞങ്ങളൊട്ടിಗೆ പൽക്ക പറയുമ്പോൾ അവന്റെ പൽക്ക ശ്രദ്ധിച്ച് കേൾക്കണം. അതേറ്റിക്ക് ഞങ്ങൾ ശ്രദ്ധിക്കണായി അല്ലേ. ആ പൽക്ക ഞങ്ങൾ ചിലപ്പോ ഞങ്ങൾ കേട്ടതേറ്റിക്കു, ആ ന്യൂസ് ഞങ്ങൾക്ക് പിടിയുള്ളതേറ്റിക്കു, അല്ലെ ആ ഹദീസ് ഞങ്ങൾക്ക് പിടിയുള്ളതേറ്റിക്കു. ആ എങ്കും ശ്രദ്ധിച്ച് കേൾക്കരുത്, അതൊരു അതവേറ്റിക്ക്. നമുക്കൊരു അത്തായിബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലുற ഒരു പൽക്കുണ്ടെങ്കിൽ നണ്ടൊട്ടിಗೆ ഒരാള് ഒരു ഹദീസ് ಬಂತು ചൊന്നിട്ടായെങ്കിൽ നാനത് ശ്രദ്ധിച്ച് കേൾக்கிறேன். അയാൾ പേർക്കിനെ ഞാൻ ഇത് ഫസ്റ്റ് കേൾக்கிறேன் മാത്രമാ വഖദ് സമിഅതു ഖബ്ല അൻ യൂലദ, അയാൾ ജനിക്കരേക്ക് മുതലേ ആ ഹദീസ് ഞാൻ കേട്ട് ദിക്റേൻ. അപ്പൊ നോക്കൂ അയാൾ ചൊല്ലുற ഒരാൾ ഹദീസ് ಬಂತು ചൊന്നെങ്കിൽ ഞാനത് ഫസ്റ്റ് കേൾக்கிற പോലെ ഞാൻ എന്താക്കറ കേൾக்கிற. അവർക്ക് അത് അങ്ങനെ ഫീൽ ആവും. ആ ഇയാൾ ഈ ഹദീസ് ഫസ്റ്റ് മാത്ര ഇയാൾ ചൊല്ലുற ഞാൻ ഹദീസ് ഇയാൾ ജനിക്കരേക്ക് മുതലേ കേട്ട് ദിക്റ. അപ്പൊ അത്ര ഞങ്ങൾ എന്താക്കണം അദബ് കാട്ടണം, ശ്രദ്ധിക്കണം. ആൾമാരെ ഞങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഒരാൾ പൽക്ക പറഞ്ഞു വയ്ക്കുമ്പോൾ അയാളെ മുഖത്ത് നോക്കണം അല്ലെ. മൊബൈൽ നോക്കറേ അല്ലെ അവിടെ നോക്കറ ഇവിടെ അങ്ങനെ ആവുത്തീര. അതേപോലെ പൽക്ക പറഞ്ഞു വയ്ക്കുന്ന നടുവ് പൽക്കത്തെ കട്ടാക്കറേ അങ്ങനെ ആവുത്തീര അല്ല. അയാൾ പൽക്കറിഞ്ഞുകൊണ്ട് ಅದರ ನಡುಲು ಇಯಾಲೆಂದ್ರ ಬೇರೆ ಬಲ್ಕರ್ ಅನ್ನಲ್ಲ. ಪಲ್ಕತ್ತೆ ಕಟ್ಟಾಕ್ ಬಾಟಿಟ್ಟು ಬೇರೆ ಬಲ್ಕರ್ರಿ
അതെല്ലാം ഞങ്ങൾ ജാഗ്രതാക്കുനായ ഒന്നേറ്റിക്കറ്. അതേപോലെ ബല്യങ്ങൾ എതിർന്ന് പൽക്കറിയുമ്പോൾ ഞങ്ങൾ സൗണ്ട് കീഴാക്കിയിട്ട് അതേപോലെ അങ്ങ പൽക്ക സ്റ്റാർട്ടാക്കും പോലെ ഞങ്ങൾ ആക്കിയിട്ട് അങ്ങനെ അല്ലെ ഞങ്ങമേ പോയിട്ട് ബല്യാളായിട്ട് അങ്ങനെ ബല്യ പൽക്ക അങ്ങനല്ല. ബല്യങ്ങളിക്കുമ്പത്തുകുത്തല് അങ്ക് ചാൻസ് കൊടുത്തിട്ട് ഫസ്റ്റ് അങ്ങ പൽക്ക അറിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ പൽക്കത്തെ സ്റ്റാർട്ടാക്കുന്നത്. അത് ഇതെല്ലാം ഒരു അതബായിട്ട് എന്താക്കുക ഉലമാക്കന്മാർ വിശദീകരിക്കരുത് ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പൽക്ക പറയുമ്പത്തുക്കുള്ള അതബറേം ഞങ്ങൾ ശ്രദ്ധിക്കണായിട്ടിക്കറ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയ ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിൽ പഠിപ്പാട്ടി തന്നെ എന്തെല്ലാം അതബുണ്ട ആ അതബല്ല പാലനാക്കി ജീവിക്കുക ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ളാൽമാർ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. واخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.